ട്വിസ്റ്റുകൾ നിറഞ്ഞ 10th വീക്ക് നോമിനേഷൻ. സ്വന്തം നിലനിൽപ്പിനായി ഓരോ മത്സരാർത്ഥികളും പറഞ്ഞ കാര്യങ്ങളിൽ എത്രത്തോളം വാസ്തവമുണ്ട്? നോമിനേഷനിൽ വന്ന 10 പേരും സത്യത്തിൽ നോമിനേറ്റ് ആകേണ്ടവരായിരുന്നു. നന്ദനയുടെയും സായയുടെയും ഫേവറിസത്തിന് പിന്നാലെയല്ലേ സിജോ സേവ് ആയത്? പുതിയ ക്യാപ്റ്റനായി ചാർജ് എടുത്ത നന്ദന സിജോയുടെ കാട്ടുതീ പോലെ ഡയലോഗിൽ മാത്രം ഒതുങ്ങി പോകുമോ, അതോ അപ്സരയെ പോലെ ബെസ്റ്റ് ക്യാപ്റ്റൻസി അവാർഡിന് വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ബിഗ് ബോസ് വീട്ടിലെ 64-ാം ദിവസത്തെ നോമിനേഷനും പുതിയ ക്യാപ്റ്റന്റെ ചാർജ് എടുക്കലും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 10th വീക്ക് നോമിനേഷനിലേക്ക് തന്നെ ആദ്യം പോവാം. നമുക്കറിയാം, ഗ്രാൻഡ് ഫിനാലിലേക്ക് വളരെ കുറച്ച് ദിവസം മാത്രമാണ് ഇനിയുള്ളത്. വീട്ടിലാണെങ്കിൽ 13 ആളുകളുണ്ട്. ഇവരിൽ നിന്ന് പുറത്താക്കേണ്ടവരൊക്കെ പെട്ടെന്ന് പുറത്താക്കണം. അല്ലാത്ത പക്ഷം ടോപ്പ് 5 എന്നൊരു സംഭവം തന്നെ ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ 10th വീക്ക് നോമിനേഷൻ, രണ്ടുപേരെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിക്കും. അവർ പരസ്പരം സംസാരിച്ച് ഒരു ധാരണയിലെത്തി ഒരാളെ നോമിനേറ്റ് ആക്കുക. എല്ലാ സീസണിലും പൊതുവെ കാണാറുള്ളതാണ്. രണ്ടുപേരും വിട്ടുകൊടുക്കില്ല, അവസാനം രണ്ടുപേരും നോമിനേഷനിൽ വരും. അതേപോലെയൊക്കെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ആദ്യം തന്നെ ജാസ്മിനും അഭിഷേകും. സ്വന്തം പോസിറ്റീവും അതുപോലെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ നെഗറ്റീവും പറയാൻ പറ്റും. ഇങ്ങനെ സംസാരിച്ചാണ് നോമിനേഷനിൽ ഉൾപ്പെടേണ്ട ആളെ രണ്ടുപേരും ചേർന്ന് തെരഞ്ഞെടുക്കേണ്ടത്. അഭിഷേക് പറയുന്നുണ്ട് ഫേക്ക് അല്ല, ടാസ്കുകളിൽ ആക്റ്റീവ് ആണ്, ആവശ്യമുള്ളിടത്ത് മാത്രമേ പ്രതികരിക്കാറുള്ളൂ എന്നൊക്കെ. ജാസ്മിൻ കോംബോ പിടിച്ചിരിക്കുന്ന ആളാണ്. ഹൈജീൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രേക്ഷകർ ഈ രീതിയിലൊക്കെയാണ് ജാസ്മിനെ കണ്ടിട്ടുണ്ടാവുക എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ജാസ്മിൻ ആണെങ്കിലോ ആക്റ്റീവ് ആണ്, ടാസ്കിനേക്കാൾ കൂടുതൽ വീടിനുള്ള ഒരു പ്രശ്നം വരുമ്പോൾ അതിൽ ഇടപെടാറുണ്ട്, സ്വന്തം അഭിപ്രായം പറയാറുണ്ട്. അഭിഷേക് ഒരു പ്രശ്നത്തിലും ഇടപെട്ട് കണ്ടിട്ടില്ല, സ്വന്തം കാര്യം വരുമ്പോൾ മാത്രമാണ് ഇടപെടാറുള്ളത് എന്നൊക്കെ ജാസ്മിനും പറയുന്നുണ്ട്. സത്യത്തിലെ പരിപാടി കാണുന്ന ഏതൊരാളും ഒരു സംശയവും കൂടാതെ പറയും അഭിഷേകാണ് നോമിനേറ്റ് ആവേണ്ടത്. അദ്ദേഹം പറഞ്ഞ പോലെ ഒരു ആക്റ്റീവ്നെസ്സോ പ്രശ്നങ്ങളിൽ ഇടപെടലോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പവർ റൂമിൽ കയറിയിട്ട് പോലും ഒരു പ്രയോജനമില്ലാത്ത അവസ്ഥയായിരുന്നു. സ്വന്തം പവർ എങ്ങനെ ഉപയോഗിക്കണം എന്ന് പോലും അറിയാത്ത ആൾ പറഞ്ഞതിനെ ഒരു ചെറിയ രീതിയിൽ പോലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കോംബോ ആണെങ്കിലും അല്ലെങ്കിലും ജാസ്മിൻ ഡേ 1 മുതൽ ആക്റ്റീവായ ആളാണ്. ജാസ്മിനെ ചുറ്റിപ്പറ്റിയാണ് ഓരോ കണ്ടന്റും ആ വീട്ടിൽ നടക്കാറുള്ളത്. എന്തുകൊണ്ടും അഭിഷേകായിരുന്നു നോമിനേറ്റ് ആകേണ്ടിയിരുന്നത്. പിന്നെ രണ്ടുപേരും വിട്ടുകൊടുക്കാത്തത് കൊണ്ട് തന്നെ രണ്ടാൾക്കും നോമിനേഷനിൽ വരേണ്ടി വന്നു. അടുത്തത് ജിൻഡോയും അർജുനും. അവിടെയും അഭിഷേകിനെ പോലെ തന്നെയായിരുന്നു അർജുനും ഉണ്ടായിരുന്നത്. സ്വന്തം എഫേർട്ട് കൊണ്ടാണ് ഇത്രയും ദിവസം നിന്നതെന്നൊക്കെ അർജുൻ പറയുന്നുണ്ട്. ജിൻഡോ ആണെങ്കിൽ എല്ലാ ആഴ്ചയും ഇവിടെയുള്ളവർ നോമിനേഷനിൽ ഇടുകയാണ്, നല്ല ഗെയിമർ ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, ഈ ഒരു ആഴ്ചയിലെങ്കിലും നോമിനേഷൻ ഇല്ലാതെ നിൽക്കണം എന്നൊക്കെ ജിൻഡോ പറയുന്നുണ്ട്. സംഗതി ശരിയാണ്, ഒട്ടുമിക്ക എലിമിനേഷനിലും ജിൻഡോ ഉണ്ടാവാറുണ്ട്, അതുപോലെ സേവ് ആകാറുണ്ട്. അർജുൻ പറഞ്ഞതാണ് സത്യത്തിൽ ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ. കാരണം സ്വന്തം എഫേർട്ട് എടുത്തിട്ടാണ് എന്ന് പറയുന്നുണ്ട്. എന്ത് എഫേർട്ടാണ് അർജുൻ ഇത്രയും ദിവസം ആ വീട്ടിനുള്ളിൽ എടുത്തിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ശ്രീതു അർജുൻ കോംബോ ഉള്ളതുകൊണ്ടാണ് ഇത്രയും ദിവസം അർജുൻ പിടിച്ചു നിന്നത് തന്നെ. അല്ലാത്ത പക്ഷം ഒരു ആക്റ്റീവ്നെസ്സോ ഒന്നും ഇല്ലാത്ത ഒരാളാണ് ഈ അർജുൻ എന്ന് പറയുന്ന കക്ഷി. ഒരു ഒഴുക്കിനനുസരിച്ച് മുൻപോട്ട് പോകുന്ന രീതിയാണ് അവിടെ കാണാൻ സാധിക്കുക. അവിടെയും അർജുൻ തന്നെയായിരുന്നു നോമിനേറ്റ് ആകേണ്ടിയിരുന്നത്. രണ്ടുപേരും ഫൈനൽ ഡിസിഷൻ എടുക്കാത്തത് കൊണ്ട് തന്നെ രണ്ടുപേരും നോമിനേഷനിൽ വന്നു. ഇനി ഋഷിയും അപ്സരയും. ഓൾറെഡി രണ്ടാൾക്കാരും കീരിയും പാമ്പും പോലെയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്സര പറയുന്നുണ്ട് ഋഷി അൻസിബ എന്ന സപ്പോർട്ടിംഗ് സിസ്റ്റത്തെ ആശ്രയിച്ചാണ് കഴിയുന്നത്. തെറ്റ് കണ്ടിട്ട് പോലും അൻസിബ ചൂണ്ടിക്കാട്ടാറില്ല. അതാണ് ഋഷിക്ക് ആവശ്യം. അൻസിബ പോയാൽ ഋഷി ഡൗൺ ആകും, അടുത്ത ആളെ കണ്ടെത്തും എന്നൊക്കെ. ഋഷി ആണെങ്കിലോ അപ്സര പേഴ്സണലി അടുപ്പുള്ളവരുമായാണ് ഇടപെടാറുള്ളത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വളച്ചൊടിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ടൈം എടുത്തത് ഇവരാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഒരു തരത്തിലും രണ്ടാള് വിട്ടുകൊടുത്തിരുന്നില്ല. അവിടെയും രണ്ടാൾക്കും നോമിനേഷനിൽ വരേണ്ടി വന്നു. ഇനി സിജോ ശ്രീതു. അവിടെയും ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ. ലിമിറ്റേഷൻ ഉണ്ടായിട്ട് പോലും താൻ മാക്സിമം പിടിച്ചു നിൽക്കുന്നുണ്ട്. അതായത് ഫിസിക്കലി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നൊക്കെ സിജോ പറയുന്നുണ്ട്. ഗെയിം കളിക്കണമെന്ന ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഈ രീതിയിൽ പോകുന്നത്. സിജോ മാക്സിമം കാര്യങ്ങൾ പറഞ്ഞ് ശ്രീധുവിനെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. ലാസ്റ്റ് അവിടെയും രണ്ടാളും നോമിനേഷനിൽ വന്നു. ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കിയത് സത്യത്തിൽ അൻസിബയും നോറയാണ്. നോറ പറയാനുള്ളതൊക്കെ പറഞ്ഞു. അൻസിബയ്ക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഐ ആം റെഡി ടു ആക്സെപ്റ്റ് ഇറ്റ് എന്നാണ് അൻസിബ പറഞ്ഞത്. വിചാരിച്ചതുപോലെയൊക്കെ തന്നെയാണ് അവിടെ സംഭവിച്ചത്. ഒന്നെങ്കിൽ അൻസിബയ്ക്ക് പുറത്തു പോകില്ലെന്ന ഓവർ കോൺഫിഡൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ പുറത്തു പോകണമെന്ന ചിന്തയിലായിരിക്കാം ഈ ഒരു തീരുമാനം. ആര് ഓപ്പോസിറ്റ് വന്നാലും അൻസിബ ഈ ഒരു ഡിസിഷൻ ഒക്കെ തന്നെയാണ് എടുക്കുകയുള്ളൂ. അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. പറഞ്ഞു വരുമ്പോൾ നോറ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇത്തവണത്തെ നോമിനേഷനിലുണ്ട്. യെല്ലോ കാർഡ് കിട്ടിയ രസ്മിൻ ഓൾറെഡി 2 ആഴ്ച നോമിനേഷനിലുണ്ട്. അതുപോലെ ക്യാപ്റ്റനായ നന്ദനയും ഡയമണ്ട് കിട്ടിയ സായിയും നോമിനേഷനിലില്ല. മൊത്തത്തിൽ പറഞ്ഞാൽ 11 ആൾക്കാർ. ഇത്തവണ ഡയറക്റ്റ് നോമിനേഷൻ ഉണ്ടായിരുന്നില്ല, പകരം സേവ് ചെയ്യലായിരുന്നു. അതായത് നോമിനേഷനിലായതിൽ ഒരാളെ ക്യാപ്റ്റനും അതുപോലെ ഡയമണ്ട് കൈവശമുള്ള സായിക്കും സേവ് ചെയ്യാം. അങ്ങനെ സേവ് ആകുന്നത് സിജോയാണ്.
രണ്ടാളും അവർക്ക് ഫേവറബിൾ ആയ ഒരാളെ സെലക്ട് ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ടാസ്കിന്റെ ബേസിലായാലും അല്ലെങ്കിലും സിജോ പറയത്തക്ക ഒന്നും ആ വീടിനുള്ളിൽ ചെയ്യുന്നില്ല. 3 പേരും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്താണ് ഈ ഒരു തീരുമാനമെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റും. അങ്ങനെ 10th വീക്ക് നോമിനേഷനിലേക്ക് 10 പേരാണ് നോമിനേറ്റ് ആയിരിക്കുന്നത്. ഇതിൽ നിന്ന് 1, 2, 3 ആളുകൾ പോകാൻ ചാൻസ് ഉണ്ട്. കാരണം തിങ്ങി നിറഞ്ഞൊരു ബസ് പോലെയാണ് ബിഗ് ബോസ് വീട്ടിലെ നിലവിലെ അവസ്ഥ. പോകേണ്ടവരൊക്കെ പെട്ടെന്ന് പോയാലാണ് ടോപ്പ് 5 ആരെന്നൊക്കെ ചിന്തിക്കാൻ പോലും പറ്റുകയുള്ളൂ. അടുത്തത് പുതിയ ക്യാപ്റ്റനിലേക്ക് വരാം. നന്ദന. ഉള്ളത് പറയാലോ, ഒരു ക്യാപ്റ്റന്റെ പവറിലെ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് എന്തെല്ലാം ചെയ്യണം എന്തെല്ലാം ചെയ്യരുത് ഇതൊക്കെ പറഞ്ഞ ഒരേ ഒരു ക്യാപ്റ്റൻ നന്ദന മാത്രമായിരിക്കും. ക്ലീനിങ് ആയാലും കുക്കിംഗ് ആയാലും എല്ലാത്തിലും നന്ദന 1 by 1 ആയി ചെയ്യുന്ന ജോലി കൃത്യമായി ചെയ്യണം. ലിവിംഗ് റൂമിൽ ഇരിക്കുമ്പോൾ സംസാരിക്കരുത്, അല്ലാത്ത പക്ഷം ശിക്ഷ തരൂ എന്നൊക്കെ പറയുന്നുണ്ട്. ബാക്കിയുള്ളവർക്കാണെങ്കിൽ ഇതൊക്കെ കേട്ട് ചിരി വരുന്നുണ്ട്. ഇതൊക്കെ നടക്കൂ എന്ന രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. നമുക്കറിയാം, നന്ദനയെ സംബന്ധിച്ചിടത്തോളം പവർ ടീമിന് കീഴിലില്ലാത്ത ആദ്യത്തെ ക്യാപ്റ്റനാണ്. ഒരുപാട് പവർ ഉണ്ട്, തീരുമാനങ്ങൾ ഒറ്റയ്ക്ക് എടുക്കാം, അതേപോലെ തന്നെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. സംഭവം ഉഷാറായി പറഞ്ഞുവെങ്കിലും ഈ ആവേശം വീക്കെൻഡ് എപ്പിസോഡ് വരെ ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ സിജോയുടെ കാട്ടുതീ പോലെയാകും. ഇതിനൊക്കെ ശേഷം സിജോ പറയുന്നുണ്ട്, നന്ദന പറയുന്ന കാര്യങ്ങൾ മുമ്പ് മനസ്സിലായിരുന്നില്ല, എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ടെന്നൊക്കെ. ഒന്നെങ്കിൽ പുതിയ ക്യാപ്റ്റനെ സപ്പോർട്ട് ചെയ്ത് പതപ്പിച്ച് നിൽക്കുക എന്ന ഉദ്ദേശമായിരിക്കാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ പറഞ്ഞതാവും. എന്തായാലും പുതിയ ക്യാപ്റ്റൻ ഈ ആഴ്ച വീട് എങ്ങനെയാണ് ഭരിക്കാൻ പോകുന്നതെന്ന് കണ്ടറിയാം. വാക്കുകൾ പ്രവൃത്തിയിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ നന്ദനയ്ക്ക് തന്നെയാണ് അത് നെഗറ്റീവായി ബാധിക്കുകയുള്ളൂ. ഇനി ഇതിന്റെയൊക്കെ ഇടയിൽ സിജോയുടെ ഒരു പരാതി വരുന്നുണ്ട്. ജാസ്മിനും നോറയും കുളിക്കാൻ കൂടുതൽ ടൈം എടുക്കുന്നു എന്നാണ് സിജോയുടെ പരാതി. രണ്ടുപേരും കാരണം ബാത്റൂമിൽ പോകാൻ ടൈം കിട്ടുന്നില്ല, ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ സിജോ നന്ദനയോട് ഒരു പരാതി പറയുന്നുണ്ട്. നന്ദനയാണെങ്കിലും ഇത് അത്ര വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. ഓരോരുത്തർക്കും പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അതിൽ ഇടപെടാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സിജോ മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഈ ഒരു രീതിയിൽ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും ജാസ്മിൻ റിയാക്ട് ചെയ്യുന്നതായിരിക്കണം സിജോ കരുതിയിരിക്കുക. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. ജാസ്മിൻ ഈ പറഞ്ഞതിനെ മൈൻഡ് പോലും ചെയ്തിരുന്നില്ല. ഒരുപക്ഷെ ഇത്രയും ദിവസമായില്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടായിരിക്കണം സിജോ ഇതുപോലുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഒന്നും നടപ്പിലാവുന്നില്ലെന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് 10th വീക്ക് സ്റ്റാർട്ട് ചെയ്തത്. നേരത്തെ പറഞ്ഞതുപോലെ ആകെ കുറച്ച് ദിവസം മാത്രമാണ് ഇനിയുള്ളത്. 10 പേരിൽ നിന്ന് എത്ര പേര് പുറത്തു പോകുക എന്നൊന്നും അറിയില്ല. സേഫ് ഗെയിം കളിക്കുന്നവരാണോ അല്ലാത്തവരാണോ പുറത്തു പോവുക, ഇതൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. എന്തായാലും ഈ ഒരാഴ്ച ഫാമിലി വീക്കാണ്. ഓരോ മത്സരാർത്ഥികളുടെയും ഫാമിലി മെമ്പേഴ്സ് വരുന്ന ദിവസങ്ങൾ. പറയത്തക്ക വഴക്കോ ബഹളങ്ങളോ ഈ ഒരാഴ്ച പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഫാമിലിയെ കാണുമ്പോഴുള്ള അവരുടെ എക്സൈറ്റ്മെന്റിനായാണ് നിങ്ങളെ പോലെ ഞാനും വെയിറ്റ് ചെയ്തിരിക്കുന്നത്.